യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രിലിംസിന് വരുന്ന 100 ക്വസ്റ്റ്യൻസിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നവയല്ല, പകരം റാദർ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നവയാണ്. അപ്പം ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അതേ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈലം IASലെ SCS നിന്നെടുത്ത ഒരു ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കുക, വായിച്ച് അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അത് നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, വിത്ത് റെഫറൻസ് ടു നൈട്രോഫ്യൂറാൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം ആ എക്സാം ഹോളിൽ ഇരുന്ന് എക്സാക്ട്ലി എങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുക, നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ചോദ്യം വായിക്കുകയാണ്. വിത്ത് റെഫറൻസ് ടു നൈട്രോഫ്യൂറാൻസ് consider the following statements. They are naturally occurring antibiotics commonly used in veterinary medicine. Their use is banned in food producing animals in India. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് വായിക്കുമ്പോൾ നൈട്രോഫ്യൂറാൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കേൾക്കാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിൽ പോലും കൃത്യമായിട്ട് അത് എന്താ എന്നറിയാൻ സാധ്യത കുറവാണ്. എഗെയിൻ നമ്മളിവിടെ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് തറവാക്കുക, കറണ്ട് അഫയേഴ്സ് പറ്റുന്ന പോലെ പഠിക്കുക. കാരണം ഭൂരിഭാഗം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും നമുക്ക് സ്റ്റാറ്റിക് തറവാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നൈട്രോഫ്യൂറാൻസ് എന്താണ് നമ്മൾ അറിയണമെന്നില്ല. ഇനി ഓപ്ഷൻസ് വായിക്കുക. ദേ ആർ നാച്ചുറലി ഒക്കറിങ് ആൻറ്റിബയോട്ടിക്സ് കോമൺലി യൂസ്ഡ് ഇൻ വെറ്റിനറി മെഡിസിൻ. ദെയർ യൂസ് ഈസ് ബാൻഡ് ഇൻ ഫുഡ് പ്രൊഡ്യൂസിങ് ആനിമൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. നൈട്രോഫ്യൂറാൻസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അത് എല്ലായിടത്തും ഉള്ളതാണ്, അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ആണ്, അത് വെറ്റിനറി മെഡിസിന് ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇന്ത്യയിൽ അതിൻ്റെ യൂസ് ബാൻ ചെയ്തു. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ച് എന്തായാലും വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം എല്ലായിടത്തും കാണുന്നൊരു സാധനമാണെങ്കിൽ അത് ബാൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് റീഡിങ്ങിലെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ അതായിരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം എന്നില്ല. നമ്മൾ 1, 2, 3 വട്ടം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പം ഇതെന്തായാലും ഇല്ല. ഓക്കെ, ഇതെന്തായാലും ഇല്ലാതിരിക്കാനാണ് സാധ്യത. ഈ പറഞ്ഞ പോലെ രണ്ടിൽ ഏതെങ്കിലും ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കോമൺ സെൻസിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരിക്കലും ആൻസർ ഫോഴ്സ് ചെയ്യരുത്. വായിച്ച് അനലൈസ് ചെയ്ത് ദ മോസ്റ്റ് പ്രോബബിൾ ആൻസറിലാണ് നമ്മൾ എത്തുന്നത്. പിന്നെയും വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് നൈട്രോഫ്യൂറാൻസ് പറയുന്നത്. കറണ്ട് അഫയേഴ്സുമായിട്ട് റെലവൻസ് വേണമെങ്കിൽ ഈ രണ്ടിൽ ഏതായിരിക്കും വരാൻ സാധ്യത കൂടുതൽ? ഇറ്റ്സ് ഓപ്ഷൻ 2. ബാൻ ചെയ്തതുകൊണ്ടായിരിക്കാം അതൊരു ഉത്തരമായിട്ട്, അതൊരു ചോദ്യമായിട്ട് എക്സാമിന് വന്നത്. സോ ദ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ഈസ് 2 ഓൺലി. ഈ രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിച്ച് പോകേണ്ടത്. ഓക്കെ, ഇപ്പം ചിലപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രീതിയിൽ സൗണ്ട് ലോജിക്ക് യൂസ് ചെയ്ത് ആൻസർ ചെയ്യുമ്പം ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഒരു 7-8 എണ്ണം വരെ ഡിപ്പെൻഡിങ് ഓൺ യുവർ ലെവൽ ഓഫ് പ്രാക്ടീസ് നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. 100-ൽ 70 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120+ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് പോയി. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിലിംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ.